പ്രിയപ്പെട്ടവരെ, അങ്ങനെ പ്രപഞ്ചശക്തികൾ എന്നിലേൽപ്പിച്ച മറ്റൊരു ദൗത്യം കൂടി ഇവിടെ സന്തോഷത്തോടെ പൂർണ്ണമാവുകയാണ്. നമ്മൾ വളയംകുളത്ത് നിന്ന് മുറിവേറ്റ് പുഴുവരിച്ച് തലയിൽ വല്ലാത്ത ദുരവസ്ഥയിൽ കഴിഞ്ഞിരുന്ന ആ മിണ്ടാപ്രാണിയെ നമ്മൾ അന്ന് എടുത്തില്ലേ? ജൂൺ 26 എടുത്തത്. ഇന്നലേക്ക് 100 ദിവസം തികഞ്ഞു. ആ 100 ദിവസം എത്ര കഷ്ടതകളായാലും യാതനകളായാലും സഹിച്ച് ആ കുഞ്ഞിനെ നമ്മൾ രക്ഷപ്പെടുത്തി. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഇവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി വളയംകുളത്ത് എന്നെ എപ്പോഴും വിളിച്ചിരുന്ന ആരിസ്, പിന്നെ വളയംകുളം ഹൈസ്കൂളിലെ വൈസ് പ്രസിഡന്റായ ആലിക്കുട്ടി മാഷ്, പിന്നെ അവിടുത്തെ സെക്രട്ടറി ആയ ഹമീദ്, പിന്നെ അദ്ദുട്ടിക്ക് ഈ നന്മയുടെ ഒരു ഭാഗമാണ്. അദ്ദേഹത്തെ കുറിച്ച് ഞാനോട് പറയുന്നുണ്ട്. വേറെ ഒന്നുകൂടി, ജൂൺ 27 അന്ന് തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത മറ്റൊരു ദിവസം. എൻ്റെ ഹൃദയത്തിന് ഏറ്റവും വലിയൊരു മുറിവ്. എന്തായാലും അന്ന് തന്നെയാണ് ഈ മിണ്ടാപ്രാണിയുടെ മുറിവ് ഉണക്കാനും പ്രപഞ്ചശക്തിയിൽ എന്നെ ഏൽപ്പിച്ചത്. അതുകൊണ്ട് ആ ദൗത്യം ഞാൻ ഏറ്റെടുത്തു. 100 ദിവസം കൊണ്ട് അവൻ്റെ മുറിവ് പരിപൂർണമായിട്ട് സുഖപ്പെടുത്തി. ഇനി എൻ്റെ മനസ്സിലെ മുറിവും കൂടി കാലം ഉണക്കിത്തരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. കാരണം കാലം എന്നിൽ ഏൽപ്പിക്കുന്ന ദൗത്യം ജീവിതം നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടും ഈ നിസ്സഹായരായ പാവം മിണ്ടാപ്രാണികൾക്ക് വേണ്ടിയിട്ടും മാറ്റിവെക്കണം. പ്രപഞ്ചശക്തികൾ താങ്ങായിട്ട് നമ്മളോടൊപ്പം തന്നെ ഉണ്ടാകും. അദ്ദുട്ടിക്ക ഇവിടെ ഒരുപാട് മിണ്ടാപ്രാണികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു മനുഷ്യനാണ്. നല്ലൊരു ജീവകാരുണ്യ പ്രവർത്തകനാണ്.